ഹലോ മച്ചാമാരെ, മച്ചാത്തികളെ സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോണത് പിക്സൽ കാർ റേസ്, ഒരു കൊറിയൻ ഗെയിമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് സ്പീഡ് പോണ വീഡിയോ ഒക്കെ ഇടണമായിരുന്നു. അതും അത്ര റീച്ചൊന്നും ആയില്ല. ആകെ 5-4 വ്യൂസുകളായില്ലോ. അത് എന്തൊക്കെ വിഷമമുണ്ട്. എനിക്കപ്പോൾ 23 കോടി രൂപ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കാർ കളക്ഷൻസിൽ 23 കോടി രൂപ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്ര, ബി എം ഡബ്ല്യൂയുടെ വേറെ മോഡൽ, ഇതൊക്കെ ഞാൻ വേറെ ഇട്ടുണ്ട്. ഇപ്പോൾ സൂപ്പറ പോലെ ഇരിക്കും, ഇത് വേറെ കാറാണ്. ഇതാണ് BMW, മറ്റേത് GTR, ഇത് വേറൊരു കാറാണ്. അപ്പം നമ്മൾ ഇന്നൊരു പുതിയൊരു കാർ മേടിച്ചിട്ട് അതിന് നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാം, അതാണ് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞിരുന്നത്. അപ്പം നോർമൽ കാറല്ല, ഒരു സൂപ്പർമാറ്റിക് ഒരു കാറാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ സ്പീഡ് B126 അപ്പം നമുക്ക് ഇതിനെങ്കിൽ ഹൈ സ്പീഡ് ആക്കണതിന് അതിൽ ഇത്ര ഡയമണ്ട് സാധനങ്ങളുണ്ട്. അപ്പം നമ്മൾ ഒരു ഡയമണ്ട് ടർബോ വയ്ക്കാണ്. പിന്നെ നമ്മൾ എൻജിൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എൻജിൻസ് കുറയുന്നുണ്ട്. ഒരു സ്പീക്കർ വെക്കണം, അപ്പം 200 അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് കൺട്രോളർ വേറെ വെക്കുന്നുണ്ട്. അതിൻ്റെ പകരം നമ്മൾ ഈ ഇത് വെക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എല്ലാത്തിനും നമ്മൾ ഈ സാധനം വെക്കണം. അപ്പം FI 400 HP 400 HP വണ്ടി പറക്കുമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഇത് മേടിച്ചു. 500 കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതിൻ്റെതായ പ്രൊസീസർ ഉണ്ട്. അപ്പോൾ 560 അപ്പോൾ ഇതുപോലെ നമ്മൾ റൂൾസ് ബ്രേക്ക് ചെയ്ത് പണിയിട്ട് കുറേ എൻജിൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ എന്തിട്ട് ചെയ്തേ, ഇത്ര ചെയ്താൽ മതി. R2 254 റെക്കമെൻഡിങ് എൻജിൻ സ്പീഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ എൻ്റെ ഹൈറ്റ് കൺട്രോൾ കൊടുക്കാനൊക്കെ പറ്റുമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെതായ ഹൈറ്റ് കുറയ്ക്കുക. പിന്നെ ടയർ കളർ മാറണമെങ്കിൽ ടയർ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ക്യാമറ ആന്തന്നെയൊക്കെ തല്ലിപ്പൊളിച്ച് കളയും. അമ്മാതിരി ടയർ കളക്ഷൻസാണ് എൻ്റെ ഉള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഞാൻ ഇതിൽ എടുക്കുന്നുണ്ട്, ഞാൻ കമൻറ്റിൽ പറയുന്നുണ്ട്. എന്തായാലും നമുക്കിതുപോലെ മോഡിഫൈ ചെയ്തെടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇതിലൊരു ബ്ലാക്ക് ഗോൾഡൻ കളറാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. വീൽസ് കൊടുക്കാൻ പറ്റില്ല. ഈ ഒരു വീൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കർ വർക്കിംഗ് മാറ്റണതിന് കിണക്കാച്ചി സ്റ്റിക്കർ വർക്കുകൾ എൻ്റെ ഉണ്ട്. അത് നമുക്ക് നിങ്ങളിപ്പോൾ തുടങ്ങുന്ന ആൾക്കാരിലാണെങ്കിൽ സ്റ്റിക്കർ വർക്കുകൾ ഒന്നുമില്ല, പക്ഷെ എൻ്റെ സ്റ്റിക്കർ വർക്ക് സ്റ്റോക്ക് ആയതുകൊണ്ട് എനിക്കെന്നെ വിഷമമില്ല. ആണ് പല കളർ ഞാൻ ആഡ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ അവസ്ഥ അറിയാവുന്നില്ലല്ലോ. കുറച്ച് കഷ്ടപ്പാടാണ് ഇതിൽ എഫക്റ്റ് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഈ പണ്ടത്തെ മോഡലിൻ്റെ കൊടുക്കുന്നത്, പക്ഷെ എനിക്ക് ഇത് കൊടുക്കാം. പക്ഷെ ഇതാണ് കൊടുക്കുന്നത്. ഇപ്പം ഇത് നമ്മൾ ചെറിയൊരു മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ വെക്കണ ഇതിൻ്റെ പേര് ഞാൻ മറന്നു പോയി. കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അളവിലും വെക്കാം. നമുക്കിത് മേടിക്കാൻ നല്ല പൈസയാണ്. അതാ പറഞ്ഞാൽ നല്ല കാശുണ്ടെങ്കിൽ മാത്രമേ ഇത് മേടിക്കാൻ പറ്റുള്ളൂ. മേടിക്കണവർക്ക് മേടിക്കാം, കാശില്ലാത്തവർക്ക് വേണ്ടായിട്ടൊന്ന് കെട്ടിമുട്ടിയിരിക്കാം. അത്രേ ഞാൻ പറയാനുള്ളൂ. പക്ഷേ ഞാൻ ഒരു ചെറിയൊരു മോഡിഫൈ ചെയ്ത പോലെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാനർ കോട്ടാണ്. ബാനർ കോട്ട് ഇതൊന്നും കാര്യമില്ല. വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ വേറെ എന്തോ വണ്ടി പോലെ ആവാനുണ്ട്. എന്നാലും നമുക്ക് ബൈസെഡ് നിന്ന് നോക്കാം. ബൈസെഡും കാര്യമൊന്നുമില്ല, പക്ഷേ ഇത് നോക്കിയോട്ടെ, കാര്യമില്ല. നമ്മൾ വൈസെഡ് അല്ലെങ്കിൽ F8 വൈസെഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്കിലത്തെ ലിങ്ക് നമ്മൾ മാറുന്നുണ്ട്. അതുപോലെ ബാക്കിലത്തെ ഒരു ക്രംബർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഇത് ചെയ്യാനാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് വണ്ടി. ഞാൻ വ്യക്തമായി കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് കിണക്കാച്ചി മോഡൽ സൂപ്പർമാറ്റിക് വണ്ടി. ഇതിൻ്റെ നോർമൽ സ്പീഡിനെക്കാട്ടും ബെറ്ററാണ് 256 കിലോമീറ്റർ സ്പീഡ്. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതിൽ കോടിക്കണക്കിന് കാശുണ്ടാക്കുന്ന ട്രിക്ക് എൻ്റെ ഫസ്റ്റത്തെ സൂപ്പറ സ്പീഡ് അതിൽ കിടക്കുന്നുണ്ട്. അതിൽ 5 വ്യൂസ് ഉണ്ടുള്ളൂ. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഗുഡ് ബൈ ഗൈസ്.